ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന 8ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ ലെസനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത്. അതിൽ പാർട്ട് 1ഉം 2ഉം ബ്രിട്ടീഷുകാരെ കുറിച്ചിട്ടും ഫ്രഞ്ചുകാരെ കുറിച്ചും പോർച്ചുഗീസുകാരെ കുറിച്ചും ഡച്ചുകാരെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ പറഞ്ഞു. ലാസ്റ്റിൽ നമ്മൾ പറഞ്ഞത് ബ്രിട്ടീഷുകാരെ കുറിച്ചിട്ടാണ്. ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് നമ്മളുടെ രാജ്യത്തിലെ ഓരോ പ്രോവിൻസസും അവരുടെ അധീനതയിലാക്കിയത്, അവരുടെ ടാക്സ് പോളിസി അതുമൂലം നമ്മളുടെ പെസൻസിന് എന്ത് സംഭവിച്ചു, ആർട്ടിസൻസിന് എന്ത് സംഭവിച്ചു, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ പെസൻസിനെ കടക്കണിയിലാക്കി അവർക്ക് ടാക്സ് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് അവര് മണി ലെൻഡേഴ്സിനെ ആശ്രയിച്ചു. കൈത്തൊഴിലുകാരെ തൊഴിൽ നഷ്ടപ്പെട്ടു. കാരണം ബ്രിട്ടീഷ് മെഷീൻ മെയ്ഡ് ഗുഡ്സ് ഇംഗ്ലണ്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്തതുകൊണ്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഇന്ന് നമുക്ക് റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ഇതുവരെയും നമ്മൾ പറഞ്ഞത് ലെസന്റെ പേര് ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് ആണ്. ഇതുവരെയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്രിട്ടീഷുകാരെ എങ്ങനെയാണ് ഇവിടെ നമ്മുടെ രാജ്യത്തിലെ അധിനിവേശം നടത്തിയത്, അല്ലെ നമ്മുടെ രാജ്യത്തിലെ ഓരോ സ്ഥലങ്ങളും അവരുടെ കീഴിലാക്കിയത് എന്നാ പറഞ്ഞത്. ഇനി നമുക്ക് നമ്മളുടെ കുറച്ച് റെസിസ്റ്റൻസ് നോക്കാം, പോരാട്ടങ്ങൾ നോക്കാം. The economic policies of the British adversely affected various sections of the population in India. People rioted against them. Let's get to know of such riots. എന്താണ് ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളെ പ്രതികൂലമായിട്ട് ബാധിച്ചു നമ്മൾ കണ്ടു. പെസൻസും ആർട്ടിസൻസ് ഹാൻഡിക്രാഫ്റ്റും ഒക്കെ കൈത്തൊഴിലുകാരെയൊക്കെ ഇത് ബാധിച്ചു. അങ്ങനെ അവര് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപങ്ങൾ ആരംഭിച്ചു. അത്തരത്തിലുള്ള കുറച്ച് കലാപങ്ങൾ നമുക്ക് നോക്കാം. വെൻ മോംസ് ഓൾസോ ബിക്കെയിം വാരിയസ്. നമുക്ക് നോക്കാം. സമ്മർ ഇൻ 1773, പടച്ചിഹ്നം, അതായത് പടച്ചിഹ്ന, എ വില്ലേജ് ഇൻ ബംഗാൾ. വെൻ ഇറ്റ് റെയിൻ ദ പീപ്പിൾ ഫെൽറ്റ് കംഫർട്ടഡ് ആൻഡ് റിജോയ്സ്ഡ്. ബട്ട് ദ റെയിൻ സഡൻലി സ്റ്റോപ്ഡ്. ദ ക്രോപ്സ് ഡ്രൈഡ് അപ്പ്. ദെയർ വാസ് ഫെമൈൻ. ദി ഗവൺമെന്റ് ഡിഡ് നോട്ട് സ്റ്റോപ്പ് കളക്ടിങ് ടാക്സസ്. They ran around collecting taxes and arrears. Arrears എന്ന് പറഞ്ഞാൽ അതിന്റെ കുടിശ്ശിക, മുമ്പത്തെ ടാക്സിന്റെ കുടിശ്ശിക. In a compulsory fashion, Bengal went through a miserable phase. എന്താണ്, ഒരു വേനൽക്കാലത്ത് ബംഗാളിലെ പദച്ചിഹ്നം എന്ന ഗ്രാമം, അവിടെ മഴ പെയ്തപ്പോൾ ജനങ്ങളൊക്കെ ആശ്വസിച്ചു, അവരൊക്കെ ആഹ്ലാദിച്ചു. മഴ പെട്ടെന്ന് നിലച്ചു, വിളകളൊക്കെ ഉണങ്ങിപ്പോയി, നാട്ടിൽ ക്ഷാമം പടർന്നു പിടിച്ചു. പക്ഷെ എന്ത് ചെയ്തു, ബ്രിട്ടീഷ് സർക്കാർ നികുതി പിരിവ് നിർത്തിയില്ല. അവര് നികുതിയും അതിന്റെ കുടിശ്ശികയും അടക്കം കർശനമായിട്ട് പിരിക്കാൻ വേണ്ടിയിട്ട് ഓടി നടന്നു. അങ്ങനെ ബംഗാള് ദയനീയമായ അവസ്ഥയിലായി. പീപ്പിൾ സഫേർഡ്. ദേ സോൾഡ് ദെയർ കാറ്റിൽ. ദെൻ ദേ സോൾഡ് ദെയർ ടൂൾസ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ. ദേ ഈവൻ സോൾഡ് ദ സീഡ്സ്, then their jewelry and utensils. Some had to even remove the doors of their houses and sell them. After all, human beings have no value in the market. Therefore, nobody could sell them in the market. എന്ത് ചെയ്തു, ആകെ പട്ടിണിയായി, ക്ഷാമമായി. ബ്രിട്ടീഷുകാര് അവരുടെ ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടി നടന്നു. അപ്പൊ ഈ കഷ്ടപ്പാടുകൾ കൊണ്ട് ഇന്ത്യയിലെ ബംഗാളിലെ ജനങ്ങൾ എന്ത് ചെയ്തു, അവരുടെ കന്നുകാലികളെ വിറ്റു, കൃഷിപ്പണിക്കുള്ള ആയുധങ്ങൾ വിറ്റു, വിത്ത് പോലും അവർ വിറ്റു, വീട്ടിലെ പണ്ടങ്ങളും പാത്രങ്ങളും എല്ലാം വിറ്റു. ചില ആൾക്കാരാണെങ്കിൽ വീടിന്റെ വാതിൽ പോലും പൊളിച്ചു വിറ്റു. മനുഷ്യന്മാർക്ക് മാർക്കറ്റിൽ ഒരു വില ഇല്ലാത്തതുകൊണ്ട് മനുഷ്യന്മാരെ മാത്രം വിൽക്കാൻ സാധിച്ചില്ല. The villagers plucked the grass, leaves and dug up tubers and ate them. ക്ഷാമം വന്നിരിക്കുകയാണ്, അവർക്ക് ഭക്ഷണമൊന്നും കഴിക്കാനില്ല. ഗ്രാമീണർ പുല്ലുകളും ഇലകളും കിഴങ്ങുകളും ഒക്കെ പറിച്ചെടുത്ത് തിന്നു. They even satisfied their hunger by eating rats, cats and dogs. അവര് എലികളെയും പൂച്ചകളെയും നായ്ക്കളെയും ഒക്കെ കൊന്നു തിന്ന് വിശപ്പടക്കി. Diseases spread. Fever, plague and smallpox spread like the wild wind. There was no one to take care of the sick or even bury the dead. Dead bodies were left to rot in houses. എന്ത് പറ്റി, പനിയും പ്ലേഗും വസൂരിയും ഒക്കെ
കാറ്റുപോലെ പടർന്നു പിടിച്ചു. പകർച്ചവ്യാധികൾ വന്നു. രോഗികളെ ശുശ്രൂഷിക്കാനോ ശവങ്ങൾ മറം ചെയ്യാനോ ആളില്ലാതെ ആയി. വീടുകളിലൊക്കെ ശവശരീരങ്ങൾ അനാഥമായി കിടന്ന് ചീഞ്ഞു നാറി. ഇത് നമ്മുടെ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമതം അതിലുള്ള ഒരു കുറിപ്പാണ്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ബംഗാളിന്റെ ആ സമയത്തെ അവസ്ഥ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. You have read an excerpt from Bankim Chandra Chatterjee's Bengali novel Anandamad. Discuss the plight of the people of Bengal at that time from the novel Anandamad and the circumstances that led to it. ഇതെന്താണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമതം എന്ന ബംഗാളി ഭാഷയിൽ എഴുതിയ നോവലിന്റെ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. ആനന്ദമതം എന്ന നോവലിൽ നിന്നും അന്നത്തെ ബംഗാളിലെ ജനങ്ങളുടെ ദുരിതത്തെ കുറിച്ചിട്ടും അതിനിടയിൽ ഉണ്ടാക്കിയ സാഹചര്യങ്ങൾ എന്തെല്ലാം എന്നും ചർച്ച ചെയ്യാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്രിട്ടീഷ് ലാൻഡ് റവന്യൂ പോളിസി പഠിച്ചിട്ടുണ്ട്. ഇതന്നെയാണ് അവരുടെ ഏത് റവന്യൂ ഫിക്സ് ചെയ്തതായിരുന്നു. അവര് ക്രോപ്പ് ഫെയിലിയർ ആണെങ്കിലും എന്താണെങ്കിലും ബ്രിട്ടീഷുകാർക്ക് അവരുടെ നികുതി കിട്ടുന്നെ വേണം. അതായിരുന്നു ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. ഇനി നമ്മൾ ബങ്കിം ചന്ദ്ര ചാറ്റർജിയെ കുറിച്ചിട്ട് പറഞ്ഞു, ആനന്ദമതത്തെ കുറിച്ചിട്ട് പറഞ്ഞു. ഇനി എന്താണ് വന്ദേ മാതരം? അവർ നാഷണൽ സോങ് ഈസ് ടേക്കൺ ഫ്രം ദ നോവൽ ആനന്ദമത് റിട്ടൺ ബൈ ബങ്കിം ചന്ദ്ര ചാറ്റർജി ഇൻ ബംഗാളി ഇൻ 1882. അതായത് 1882 ബംഗാളി ഭാഷയിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമതം എന്ന നോവലിൽ നിന്നാണ് നമ്മുടെ ദേശീയ ഗാനം ജനഗണമനയാണ് ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. വന്ദേ മാതരം is mentioned in the novel as a song sung by the character ഭവാനന്ദൻ. ഭവാനന്ദൻ എന്ന കഥാപാത്രം ആലപിക്കുന്ന ഗാനമായാണ് വന്ദേ മാതരത്തെ നോവലിൽ പരാമർശിക്കുന്നത്. ഇനി നോക്കിയേ, ദി ഈസ്റ്റ് ഇന്ത്യ കമ്പനി മേഡ് നോ എഫേർട്ട് ടു സോൾവ് ദ പ്രോബ്ലം ഓഫ് ഫമൈൻ ഇൻ ബംഗാൾ. ബംഗാളിലെ ക്ഷാമം പരിഹരിക്കുന്നതിനായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യാതൊരു ശ്രമവും നടത്തിയില്ല. Hence the poor peasants and laborers fought against the British and this revolt was supported by sannyasis. ദരിദ്രരായ കർഷകരും തൊഴിലാളികളും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. ഇത് കർഷക കലാപത്തിന് സന്യാസിമാരുടെ പിന്തുണയും ഉണ്ടായിരുന്നു. സോ ദീസ് ആർ നോൺ ആസ് സന്യാസി റെബല്യൻ. സന്യാസിമാരുടെ കലാപങ്ങൾ എന്നറിയപ്പെടാൻ കാരണം എന്താണ്? കർഷകരും തൊഴിലാളികളും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയതിന് സന്യാസിമാരുടെ പിന്തുണയും ഉണ്ടായിരുന്നു. സോ ദീസ് വെർ നോൺ ആസ് സന്യാസി റെബല്യൻ. Along with the sannyasis, the fakirs also joined the revolt against the British, and so this revolt is also called സന്യാസി ഫക്കീർ റെബല്യൻ. ഫക്കീർമാരും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിൽ അണിചേർന്നു. അതുകൊണ്ട് ഈ കലാപത്തെ സന്യാസി ഫക്കീർ കലാപം എന്നുകൂടി വിളിക്കുന്നു. ഭവാനി പഥക്, മജ്നു ഷാ, they were the leaders led by സന്യാസി ഫക്കീർ റെബല്യൻ. ഇവരുടെ ലീഡർമാർ സന്യാസി ഫക്കീർ റെബല്യന്റെ ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു? ഭവാനി പഥക് ആൻഡ് മജ്നു ഷാ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് ഫ്രം അഗ്രികൾച്ചർ ടു റെബല്യൻ ആണ്. അതായത് അഗ്രികൾച്ചർ ചെയ്തിരുന്ന കൃഷി ചെയ്തിരുന്ന കർഷകര് കലാപത്തിലേക്ക് പോയി. ബ്രിട്ടീഷുകാരുടെ ലാൻഡ് റവന്യൂ പോളിസി അല്ലെങ്കിൽ കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, ക്യാഷ് ക്രോപ്സ് നമ്മളെ കൃഷി ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചു. ഇതൊക്കെയാണ് കാരണം. നീലം പെസൻസ് റിവോൾട്ട് 1859 in Bengal was the most important agrarian revolt against the British colonial rule. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക കലാപമായിരുന്നു ബംഗാളിലെ നീലം കർഷക കലാപം. 1859 നീലം കൃഷിക്കാര് ബംഗാളിൽ നടത്തിയ കലാപം. ലെറ്റ്സ് ഡിസ്കസ് ദ സർക്കംസ്റ്റൻസസ് ദാറ്റ് ലെഡ് ടു ദ റിവോൾട്ട്. എന്തിനാണ് നീലം കർഷകര് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു കലാപം നടത്തിയത്? അതിന്റെ കാരണങ്ങൾ നമുക്ക് നോക്കാം. ദ ബ്രിട്ടീഷ് പ്ലാന്റേഴ്സ്, അതായത് ഇൻഡിഗോ പ്ലാന്റേഴ്സ്,
forced the farmers to cultivate the indigo plant for the factories established in the village. ബ്രിട്ടീഷുകാരായ തോട്ടക്കാര്, അതാണ് പ്ലാന്റേഴ്സ്, ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാക്ടറികൾക്ക് ആവശ്യമായ അമരിച്ചെടി, അതാണ് നീലം, അത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കർഷകരെ നിർബന്ധിച്ചു. നീലം കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കർഷകരെ നിർബന്ധിച്ചു. ഇൻഡിഗോ പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ അമരി പ്ലാന്റ് കുഡ് ബി സോൾഡ് ഓൺലി ടു ദ ബ്രിട്ടീഷ്. വേറെന്താ കാരണം? ഈ ഇൻഡിഗോ നീലം ചെടി, അമരിച്ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമേ നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ്, അവര് പറയണ വിലക്ക് നമുക്കത് കൊടുക്കേണ്ടി വരും. നമുക്ക് പ്രോഫിറ്റ്, ലാഭമൊന്നും കിട്ടൂല. The British paid less than the market price for the indigo to the farmers. അമരിച്ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ. നീലത്തിന് അന്നുണ്ടായിരുന്ന ആ മാർക്കറ്റ് വിലയേക്കാൾ താഴ്ന്ന വില മാത്രമാണ് ബ്രിട്ടീഷുകാര് കർഷകർക്ക് നൽകിയിരുന്നത്. ഇറ്റ് ലെഡ് ടു സിവിയർ ഫുഡ് ഷോർട്ടേജ്, എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് എക്കണോമിക് ഹാർഡ്ഷിപ്പ്. ഇപ്പൊ നമ്മളുടെ ഫുഡ് ക്രോപ്സ് കൃഷി ചെയ്യുന്ന സ്ഥലത്താണ് നമ്മൾ ക്യാഷ് ക്രോപ്പായ ഇൻഡിഗോ കൃഷി ചെയ്യുന്നത്. അത് ബ്രിട്ടീഷുകാർക്ക് നൽകുമ്പോൾ നമ്മളെ കർഷകർക്ക് ലാഭമൊന്നും കിട്ടിയിരുന്നില്ല. കാരണം അവര് മാർക്കറ്റ് വിലയേക്കാൾ വളരെ കുറഞ്ഞ വിലക്കാണ് നമ്മളെടുത്തുനിന്ന് അത് വാങ്ങിയിരുന്നത്. അങ്ങനെ എന്ത് ചെയ്തു, അത് കടുത്ത ക്ഷാമത്തിനും ചൂഷണത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്കും നയിച്ചു. വിത്ത് ദ ഡിസ്കവറി ഓഫ് ആർട്ടിഫിഷ്യൽ ഡൈസ് ദ ഡിമാൻഡ് ഫോർ ഇൻഡിഗോ ഡിക്രീസ്ഡ് ആൻഡ് പോവർട്ടി ഇൻക്രീസ്ഡ്. ഇപ്പൊ വസ്ത്രത്തിനൊക്കെ കളർ കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതായിരുന്നു ഈ ഇൻഡിഗോ. അതിന് യൂറോപ്യൻ മാർക്കറ്റിലൊക്കെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള നല്ല വില കൂടിയ ഒരു ഐറ്റമായിരുന്നു ഇൻഡിഗോ. ഇൻഡിഗോ നമ്മുടെ നാട്ടിലൊക്കെ ആയിരുന്നു കൃഷി ചെയ്യാൻ പറ്റിയിരുന്നത്. ബ്രിട്ടീഷുകാർ ആ ഏരിയയിലൊന്നും ഇൻഡിഗോ കൃഷി ചെയ്യാൻ പറ്റിയ സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ്, സോയിലൊന്നും ആയിരുന്നില്ല. ആ ഒരു ഇൻഡിഗോ ചെടി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ നമ്മളെ നിർബന്ധിച്ചു. അപ്പൊ നമുക്ക് ലാഭമൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതോടൊപ്പം തന്നെ എന്ത് ചെയ്തു, വിത്ത് ദ ഡിസ്കവറി ഓഫ് ആർട്ടിഫിഷ്യൽ ഡൈസ്, കൃത്രിമ ചായം കണ്ടെത്തിയതോട് കൂടിയിട്ട് നീലത്തിന്റെ ആവശ്യകത കുറഞ്ഞ് ഇത് ദാരിദ്ര്യം വർദ്ധിപ്പിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, വേറെ ഒരു വഴിയില്ലാതെ, ലെഫ്റ്റ് വിത്ത് നോ അതർ ഓപ്ഷൻ, ദി പെസൻസ് ടേൺ ടു ദ പാത്ത് ഓഫ് അജിറ്റേഷൻ അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ്. വേറെ ഒരു വഴിയില്ലാതെ ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മുടെ കർഷകര് പ്രക്ഷോഭത്തിനായിട്ട്, കലാപത്തിനായിട്ട് ഇറങ്ങി. It was under the leadership of Digambar Biswas and Vishnu Biswas that the revolt started. ദിഗംബർ ബിശ്വാസിന്റെയും വിഷ്ണു ബിശ്വാസിന്റെയും നേതൃത്വത്തിലായിരുന്നു നീലം കലാപത്തിന് തുടക്കം കുറിച്ചത്. ഇവിടെ ഒരു നോവലിന്റെ പേര് കൊടുത്തിട്ടുണ്ട്, നീൽ ദർപ്പൺ. നീൽ ദർപ്പൺ ഈസ് എ പ്ലേ റിട്ടൺ ബൈ ദീനബന്ധു മിത്ര in 1860 based on the miseries of indigo farmers in Bengal. NMMS ഒക്കെ എഴുതുന്ന കുട്ടികൾ എല്ലാ ബോക്സും നന്നായിട്ട് പഠിച്ചിട്ട് പോകണം. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കി 1860 ദീനബന്ധു മിത്ര രചിച്ച നാടകമാണ് നീലദർപ്പൺ. So it was under the leadership of Digambar Biswas and Vishnu Biswas that the revolt started. As revolt spread across Bengal, farmers abandoned their indigo cultivation. റിവോൾട്ട് ബംഗാളിൽ പടർന്നു പിടിച്ചപ്പോൾ എന്ത് ചെയ്തു, ഫാർമേഴ്സ് അവരുടെ ആ ഒരു നീലം കൃഷി ഉപേക്ഷിച്ചു. അബാൻഡൻഡ് എന്ന് പറഞ്ഞാല് ഉപേക്ഷിക്കുക. ഇൻഡിഗോ ഫാക്ടറീസ് വെർ അറ്റാക്ട്. തുടർന്ന് നീലം ഫാക്ടറികൾ ഇവര് ആക്രമിച്ചു. വെൻ ദ ഫാർമേഴ്സ് റെസിസ്റ്റൻസ് ബിക്കെയിം സ്ട്രോങ്, planters closed down the factories and indigo cultivation almost disappeared from Bengal. തോട്ടക്കാര് ഫാക്ടറികൾ അടിച്ചു പൂട്ടുകയും ബംഗാളിലെ നീലം കൃഷി ഏതാണ്ട് ഇല്ലാതാവുകയും ചെയ്തു. ഇനി നോക്കിയാൽ അവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, when the forest woke up, the Sandals played the important adventurous courage. They did not want to surrender even though they did not know when they would be caught and killed. Once 45 Sandals took shelter in a mud hut and fought against the British soldiers. The British soldiers fired indiscriminately at the hut. Each time the Sandals responded with arrows. When the soldiers finally stopped firing and entered the hut,
they found only one old man alive, and a soldier asked him to surrender. Then the old man rushed and cut him down with his axe. അപ്പൊ സാന്താൾസ് കാണിച്ച ഒരു സാഹസികത അല്ലെങ്കിൽ ധൈര്യമാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. സാന്താളുകൾ ഏറ്റവും സാഹസികമായ ഒരു ധൈര്യമാണ് അവർ പ്രകടിപ്പിച്ചത്. എപ്പോഴാണ് പിടിക്കപ്പെടുക, എപ്പോഴാണ് അവർ അറസ്റ്റ് ചെയ്യുക എന്നൊന്നും അവർക്ക് അറിയില്ലെങ്കിലും അവർ കീഴടങ്ങാൻ ഒരിക്കലും തയ്യാറായില്ല. അങ്ങനെ 45 സാന്താളുകൾ ഒരു മൺകുടിലിൽ അഭയം തേടി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. കുടിലിൽ നേരെ ബ്രിട്ടീഷുകാർ തുരുതുര വെടിയുണ്ടകൾ ഉതിർത്തു. ഓരോ തവണയും ശരവർഷം കൊണ്ട് സാന്താളുകൾ മറുപടി നൽകി. അവരെ അമ്പെയ്തു. അവസാനം വെടി നിർത്തി ബ്രിട്ടീഷുകാര് ആ കുടിലിനുള്ളിൽ പ്രവേശിച്ചപ്പോ ആ പട്ടാളക്കാർക്ക് ആരെയാണ് കാണാൻ കഴിഞ്ഞത്? ഒരു വൃദ്ധനെ മാത്രമാണ് ജീവനോടെ കാണാൻ പറ്റിയത്. എന്നാൽ ഈ പട്ടാളക്കാരൻ അയാളോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടപ്പോ ആ വൃദ്ധൻ എന്ത് ചെയ്തു? തൻ്റെ മഴ കൊണ്ട് അയാളെ വെട്ടി വീഴ്ത്തി. അതായത് ഈ സാന്താളുകള് ഒരിക്കലും കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല ബ്രിട്ടീഷുകാരോട്. ഇനി എന്തായിരുന്നു ട്രൈബൽ പീപ്പിൾസിന്റെ പ്രോബ്ലം? ഗോത്ര ജനതയുടെ പ്രോബ്ലം എന്തായിരുന്നു? എബോ ഇസ് എ നോട്ട് ദാറ്റ് ഷോസ് ദ ബ്രേവറി ഓഫ് ദ സാന്താൾ ട്രൈബൽ പീപ്പിൾ. വൈ ഡു യു തിങ്ക് ദ സാന്താൾ പീപ്പിൾ ഫോട്ട് അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ്? എന്തിനാണ് സാന്താൾ ജനത ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്? ദേ ആർ എ ട്രൈബൽ പീപ്പിൾ who migrated to the Rajmahal Hills in Bengal province in the 18th century. 18ാം നൂറ്റാണ്ടിൽ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നിലേക്ക് കുടിയേറി പാർത്ത ഗോത്ര ജനവിഭാഗമാണ് സാന്താളുകൾ. ലാൻഡ് ലോർഡ്സ് unjustly extorted and usurers lent money and snatched their grain and forest resources in exchange. എന്താണ്? അവര് ഭൂവുടമകൾ അന്യായമായിട്ട് അവരടുത്ത് നിന്ന് ടാക്സ് പിരിച്ചു, കരം പിരിച്ചു. കൊള്ള പലിശക്കാര് നിരന്തരമായി കടം നൽകുകയും പകരമായി അവരുടെ ധാന്യങ്ങളും വനവിഭവങ്ങളും ഒക്കെ തട്ടിയെടുത്തു. ഓൾ ദിസ് വാസ് ഡൺ വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദ ബ്രിട്ടീഷ്. ഇതിനൊക്കെ ആരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു? ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു. The British administration, which had no understanding of the tribal people's relationship with the land, saw this merely as a means to increase tax revenue. ബ്രിട്ടീഷുകാർക്ക് ഈ ഗോത്ര ജനതയും ഭൂമിയുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചിട്ട് യാതൊരു ധാരണയും ഇല്ലായിരുന്നു. അപ്പൊ അവര് ഇതൊക്കെ ഒരു നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഉപാധി മാത്രമായിട്ട് കണ്ടു. അതായത് ട്രൈബൽസ് ഇപ്പോൾ ഫോറസ്റ്റിൽ ജീവിക്കുകയാണെങ്കിൽ, കാട്ടിൽ ജീവിക്കുകയാണെങ്കിൽ അത് അവർക്ക് ദൈവം കൊടുത്ത ലാൻഡ് ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഫോറസ്റ്റിലെ റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അത് അവരുടെ സ്വന്തമായിട്ടുള്ള ലാൻഡായിട്ടാണ് അവർ കണ്ടത്. പക്ഷെ ബ്രിട്ടീഷുകാർക്ക് ഇതൊരു നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഉപാധി മാത്രമായിരുന്നു. The Santals launched their struggle against the British in 1855 by mobilizing the tribal people against the injustice they faced. തങ്ങൾ നേരിട്ട അനീതികൾക്കെതിരെ ഗോത്ര ജനതയെ അണിനിരത്തി 1855 ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകൾ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചു. സിദ്ധു ആൻഡ് കാനു who led these riots were killed by the British. ഈ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? സിദ്ധും കാനുവിനെയും ബ്രിട്ടീഷുകാർ വധിച്ചു. Although the rebellion was brutally suppressed, the Santhal rebellion became an important chapter in the history of tribal resistance. ഈ സാന്താൾ കലാപം ബ്രിട്ടീഷുകാർ ക്രൂരമായിട്ട് അടിച്ചമർത്തപ്പെട്ടെങ്കിലും ഗോത്ര ജനതയുടെ ട്രൈബൽ പീപ്പിളിന്റെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു പ്രധാന അധ്യായമായിട്ട് ഇതെന്നും മാറി. അപ്പൊ ട്രൈബൽസ് എങ്ങനെയാണ് ബ്രിട്ടീഷുകാരോട് എതിരിട്ടത് എന്നാണ് നമ്മൾ കണ്ടത്. അടുത്തതായിട്ട് ഉൽഗുലാൻ, ഗ്രേറ്റ് tumult. Like the Sambal rebellion, there were many other tribal revolts in many parts of India. Ulgulan was a tribal riot that took place in the last decade of the 19th century.
സാന്താൾ കലാപം പോലെ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ഗോത്ര ജനതയുടെ കലാപങ്ങൾ ഉണ്ടായി. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിൽ നടന്ന ഗോത്രവർഗ കലാപമാണ് ഉൽഗുലാൻ. ഇപ്പൊ നമ്മൾ നേരത്തെ സാന്താൾ കലാപം പറഞ്ഞു, അതുപോലെ ഉൽഗുലാൻ. ഇത് മുണ്ട കലാപം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. സാന്താൾസ്, മുണ്ട ഇവരൊക്കെ ട്രൈബൽ പീപ്പിൾ ആയിരുന്നു. The word Ulgulan means great uproar or great upheaval. It is commonly known as the Munda rebellion. The word Ulgulan means great uproar or great upheaval. ഉൽഗുലാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നൊക്കെയാണ് ഉൽഗുലാൻ എന്ന പദത്തിന്റെ അർത്ഥം. The rebellion was led by Birsa Munda, who sought to break British colonial rule and established a Munda kingdom in the Munda tribal areas of present-day Jharkhand. എവിടെയാണ് ഈ കലാപം നടന്നത്? മുണ്ട കലാപം നടന്നത് ഇന്നത്തെ ജാർഖണ്ഡിലെ മുണ്ട ഗോത്ര വിഭാഗങ്ങളുടെ ജനവാസ മേഖലകളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ തകർത്ത് മുണ്ട രാജ് സ്ഥാപിക്കാൻ ശ്രമിച്ച ആളാണ് ബിർസ മുണ്ട. അദ്ദേഹമാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഉൽഗുല എന്ന് പറഞ്ഞ വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നൊക്കെയാണ് അർത്ഥം. ലെറ്റ്സ് എക്സാമിൻ ദ റീസൺസ് ഫോർ ദിസ് റെബല്യൻ. എന്തൊക്കെയാണ് ഈ റെബല്യന്റെ, ഈ മുണ്ട കലാപത്തിന്റെ കാരണം? ബ്രിട്ടീഷ് കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ലാൻഡ് ഗ്രാബിംഗ്. എന്താണ് ഗ്രാബിംഗ് എന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കാണ്, എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ചൂഷണം. ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണവും ഭൂമി പിടിച്ചെടുക്കലുമാണ് ഒരു കാരണം. ഫിനാൻഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ ബൈ മണി ലെൻഡേഴ്സ് ആൻഡ് മർച്ചൻസ്. പണമിടപാടുകാരുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവര് ബ്രിട്ടീഷുകാർക്ക് ടാക്സ് കൊടുക്കില്ലാതാവുമ്പോൾ മണി ലെൻഡേഴ്സിനെ ആശ്രയിക്കായിരുന്നു എന്ന് പറഞ്ഞു, അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് മുണ്ട കലാപത്തിന് കാരണം? ബ്രിട്ടീഷ് കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ലാൻഡ് ഗ്രാബിംഗ്. ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണവും ഭൂമി പിടിച്ചെടുക്കലും, അതേപോലെ ഫിനാൻഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ ബൈ മണി ലെൻഡേഴ്സ് ആൻഡ് മർച്ചൻസ്. പണമിടപാടുകാരുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണവും. ഇനി നോക്കിയേ, 1899 ദി മുണ്ട ട്രൈബ് സ്റ്റാർട്ടഡ് ആൻ ആംഡ് റെബല്യൻ എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. 1899 മുണ്ട ഗോത്ര വിഭാഗം അവര് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു ആംഡ് റെബല്യൻ എന്ന് പറഞ്ഞാല് ആയുധങ്ങളും ഏന്തിയിട്ടുള്ള കലാപം, അതായത് സായുധ കലാപം നയിച്ചു. There were clashes with the British policy at many places and many Munda tribesmen were killed in the firing at Ranchi. റാഞ്ചിയിൽ നടന്ന വെടിവെപ്പിൽ ഒട്ടേറെ മുണ്ട ഗോത്ര വിഭാഗക്കാര് കൊല്ലപ്പെട്ടു. ബിർസ മുണ്ട വാസ് ഇംപ്രിസൺഡ് ആൻഡ് ഡൈഡ് ദെയർ. ഇവരുടെ ലീഡറായ ബിർസ മുണ്ട തടവിലാകുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു. ദി മുണ്ട റെബല്യൻ വാസ് ബ്രൂട്ടലി സപ്രസ്ഡ് ബൈ ദ ബ്രിട്ടീഷ്. എന്താണ് ബ്രൂട്ടലി എന്ന് പറഞ്ഞാല്? ക്രൂരമായി. മുണ്ട കലാപത്തെ ബ്രിട്ടീഷുകാര് ക്രൂരമായി അടിച്ചമർത്തി. കുറിച്യ റെബല്യൻ, അതുപോലെ പഹാരിയ റെബല്യൻ, കോൾ റെബല്യൻ, ബിൽ റെബല്യൻ ആൻഡ് ഖാസി റെബല്യൻ ആർ some of the tribal rebellions that took place in different parts of India against the British. അപ്പോൾ നമ്മൾ സാന്താൾസ് പറഞ്ഞു, മുണ്ട കലാപം പറഞ്ഞു, അതുപോലെ തന്നെ കുറിച്യ കലാപവും പഹാരിയ കലാപവും കോൾ കലാപവും ഒക്കെ ഖാസി കലാപം തുടങ്ങിയൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ഗോത്രവർഗക്കാരുടെ ട്രൈബൽ പീപ്പിള് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി ബിർസ മുണ്ടയെ കുറിച്ചിട്ട് കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ബിർസ മുണ്ടാസ് ബർത്ത്ഡേ November 15 ഈസ് ഒബ്സർവ്ഡ് ആസ് ജൻജാതീയ ഗൗരവ് ദിവസ്, അതായത് ട്രൈബൽ പ്രൈഡ് ഡേ ഇൻ ഇന്ത്യ ഫ്രം 2021 ഓൺവേർഡ്സ്. ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിവസ് അല്ലെങ്കിൽ ഗോത്രാഭിമാന ദിനമായി 2021 മുതൽ ഇന്ത്യയിൽ ആചരിച്ചു വരുന്നു. എന്നാണത്? നവംബർ 15.
അതായത് ഗോത്രാഭിമാന ദിനമായിട്ട് ഇന്ത്യയിൽ 2021 മുതൽ ആചരിച്ചു വരുന്നു. ബിർസ മുണ്ട ഈസ് ദ ഓൺലി ട്രൈബൽ ലീഡർ ടു ബി ഓണേർഡ് വിത്ത് ഹിസ് പോർട്രേറ്റ് ഡിസ്പ്ലേഡ് ഇൻ ദ ഇന്ത്യൻ പാർലമെന്റ്. ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്ര ജനതയുടെ നേതാവാണ് ബിർസ മുണ്ട. അതും അദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ്. ഗാന്ധി സെ പഹലെ ഗാന്ധി ഈസ് റിട്ടൺ ബൈ ഇക്ബാൽ ദുറാനി വിത്ത് ബിർസ മുണ്ട ആസ് ദി സെൻട്രൽ ക്യാരക്ടർ. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സെ പഹലെ ഗാന്ധി. ഇനി അടുത്തത് എന്താണ്? ആരണ്യർ അധികാർ. ആരണ്യർ അധികാർ ഈസ് റിട്ടൺ ബൈ മഹാശ്വേത ദേവി വിത്ത് ബിർസ മുണ്ട ആസ് ദി സെൻട്രൽ ക്യാരക്ടർ. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേത ദേവി രചിച്ച കൃതിയാണ് ആരണ്യർ അധികാർ. ഇപ്പൊ ബിർസ മുണ്ടയുടെ ജന്മദിവസമായ നവംബർ 15 ഗോത്രാഭിമാന ദിനമായിട്ട് ആചരിക്കുന്നു. ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടിട്ടുള്ള ഒരേ ഒരു ട്രൈബൽ ലീഡറാണ് ബിർസ മുണ്ട. അതുപോലെ ബിർസ മുണ്ടയെ ആധാരമാക്കിയിട്ട് എഴുതിയ അല്ലെങ്കിൽ കേന്ദ്ര കഥാപാത്രമാക്കി എഴുതിയ കൃതിയാണ് ഇക്ബാൽ ദുറാനി രചിച്ച ഗാന്ധി സെ പഹലെ ഗാന്ധി. അതുപോലെ ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി രചിച്ച മഹാശ്വേത ദേവി രചിച്ച കൃതിയാണ് ആരണ്യർ അധികാർ. ഇനി അടുത്ത പാട്ട് നോക്കാം. ദി അപ്രോർ ഓഫ് ബാറ്റിൽ. അതിന്റെ അർത്ഥം എന്താണ്? പോരാട്ടത്തിന്റെ ഗർജനം. അപ്രോർ എന്ന് പറഞ്ഞാല് ഗർജനം. ദി പോളിസീസ് ഓഫ് ദ ബ്രിട്ടീഷ് ഓൾസോ അഫക്റ്റഡ് പോളിഗാസ് ദി മിലിറ്ററി ലീഡേഴ്സ് ഓഫ് തമിഴ്നാട്. ബ്രിട്ടീഷുകാരുടെ നയങ്ങള് തമിഴ്നാട്ടിലെ സൈനിക തലവന്മാരായ പോളിഗർമാരെയും ബാധിച്ചു. ആരാണ് ഈ പോളിഗർ? ദി ഇംഗ്ലീഷ് വേർഡ് പോളിഗാർ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി തമിഴ് വേർഡ് പാളയക്കാർ മീനിങ് ക്യാമ്പ് ഓർ മിലിറ്ററി ക്യാമ്പ്. പാളയം അഥവാ സൈനിക താവളം എന്നർത്ഥം വരുന്ന പാളയക്കാർ എന്ന തമിഴ് പദത്തിൽ നിന്നാണ് പോളിഗർ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, എ പോളിഗർ ഓഫ് പാഞ്ചാലം കുറിച്ചി അറ്റ് തിരുനെൽവേലി ആൻഡ് മരുത് പാണ്ഡ്യ ബ്രദേഴ്സ് പോളിഗാസ് ഓഫ് ശിവഗംഗൈ played an important role in the struggle against the British. തിരുനെൽവേലിയിലെ പാഞ്ചാലം കുറിച്ചിയിലെ പോളിഗറായിരുന്ന വീരപാണ്ഡ്യ കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുത് പാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടത്തില് സുപ്രധാനമായ പങ്ക് വഹിച്ചവരായിരുന്നു. As a renowned protector of his people, കട്ടബൊമ്മൻ had a good relationship with his people. ജനങ്ങളുടെ സംരക്ഷകൻ എന്ന നിലയിൽ ജനങ്ങളുമായി നല്ല ബന്ധമായിരുന്നു കട്ടബൊമ്മന് ഉണ്ടായിരുന്നത്. The polygar was also responsible for collecting taxes from the people. ഇവിടെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഈ പോളിഗാർമാർക്ക് എന്ത് അധികാരം ഉണ്ടായിരുന്നു? ആൾക്കാരിൽ നിന്നും നികുതി പിരിക്കാനുള്ള അവകാശവും പോളിഗാർമാർക്ക് ഉണ്ടായിരുന്നു. ജനങ്ങളിൽ നിന്നുള്ള നികുതി പിരിവും പോളിഗാർമാരുടെ ചുമതലയായിരുന്നു. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാരായിട്ട് കലാപം ഉണ്ടാവാനുള്ള കാരണം. The ruler of പാഞ്ചാലം കുറിച്ചി surrendered to the British, but കട്ടബൊമ്മൻ was not willing to do so. പാഞ്ചാലം കുറിച്ചിയിലെ ഭരണാധികാരി ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങിയെങ്കിലും കട്ടബൊമ്മൻ അതിന് തയ്യാറായില്ല. The British further burdened the people by increasing the existing taxes. നിലവിലുള്ള നികുതി കൂടാതെ ബ്രിട്ടീഷുകാര് നിലവിലുള്ള നികുതി വർദ്ധിപ്പിച്ച് ബ്രിട്ടീഷുകാർ ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചു. The fact that കട്ടബൊമ്മൻ questioned the tax collection by the British made him their enemy. എന്തുകൊണ്ടാണ് കട്ടബൊമ്മനും ബ്രിട്ടീഷുകാരും ശത്രുതയിലാവാൻ കാരണം? ബ്രിട്ടീഷുകാർ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നികുതി പിരിച്ചതിനെതിരെ ചോദ്യം ചെയ്തതായിരുന്നു കട്ടബൊമ്മനെ ബ്രിട്ടീഷുകാരുടെ ശത്രുവാക്കി മാറ്റിയത്. കട്ടബൊമ്മൻ ആൻഡ് ദി
Marud Pandya brothers, who were polygars of Sivaganga, fought against the British and died as heroes. കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുത് പാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി മൃത്യു വരിച്ച ആൾക്കാരാണ്. ഇതുപോലെയുള്ള കുറെ ചെറിയ ചെറിയ കലാപങ്ങൾ 1857 വിപ്ലവത്തിന് മുമ്പ് തന്നെ ബ്രിട്ടീഷുകാർക്കെതിരായി ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ദി ആറ്റിങ്ങൽ റിവോൾട്ട്, ആറ്റിങ്ങൽ കലാപം. ദി ആറ്റിങ്ങൽ റിവോൾട്ട് ഓഫ് 1721 വളരെ പ്രധാനപ്പെട്ട ഒരു ഇയർ ആണ് 1721, ആറ്റിങ്ങൽ കലാപം. It was the first organized rebellion against the British in India. The British were constantly trying to create chaos in the Attingal region by interfering in the pepper trade, in internal affairs, and created communal hatred among the people. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721 ആയിരുന്നു. കുരുമുളക് വ്യാപാരമായിട്ട് ബന്ധപ്പെട്ടും ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെട്ടുമൊക്കെ അതുപോലെ ജനങ്ങൾക്കിടയിൽ വർഗീയ വിദ്വേഷം വളർത്താൻ ശ്രമിച്ചുമൊക്കെ ആറ്റിങ്ങൽ പ്രദേശത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ബ്രിട്ടീഷുകാർ നിരന്തരം ശ്രമിച്ചിരുന്നു. ആണ് ആറ്റിങ്ങൽ കലാപം ഉണ്ടാവാനുള്ള കാരണം. The British tried to repeat the practice of giving rewards to the ruling Attingal Rani every new year in 1721 as well. ബ്രിട്ടീഷുകാർ എന്തായിരുന്നു ചെയ്തിരുന്നത്? ആറ്റിങ്ങൽ റാണിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവിടുത്തെ ആറ്റിങ്ങലെ ഭരണാധികാരിയായിരുന്ന റാണിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ പുതുവർഷത്തിലും റിവാർഡ്സ് കൊടുക്കുക, പാരിതോഷികങ്ങൾ നൽകുന്ന പതിവ് ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നു. അത് അവരെന്ത് ചെയ്തു? 1721 ആവർത്തിക്കാൻ ശ്രമിച്ചു. But some of the landlords resisted this because they were afraid that it could cause some kind of danger. അപ്പോൾ ഇത് ഏതെങ്കിലും തരത്തിലുള്ള അപായത്തിന് കാരണമാകുമെന്ന് വിചാരിച്ചിട്ട് ചില നാട്ടുപ്രമാണിമാർ ഇതിനെ എതിർത്തു. ബ്രിട്ടീഷ് കോണ്ടിൻജന്റ് ഓഫ് 140 led by Gifford arrived to give gifts to the Rani, Attingal Rani, despite the opinion that it was sufficient to give gift only through the landlords. നാട്ടുപ്രമാണികന്മാർ മുഖേന മാത്രം പാരിതോഷികങ്ങൾ നൽകിയാൽ മതി എന്ന നാട്ടുപ്രമാണിമാരുടെ അഭിപ്രായത്തെ വകവെക്കാതെ എന്ത് ചെയ്തു? ഗിഫോർഡിന്റെ നേതൃത്വത്തിലുള്ള 140ഓളം ബ്രിട്ടീഷുകാരടങ്ങുന്ന സൈന്യം ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനം നൽകാനായി എത്തി. അതുകൊണ്ടാണ് കലാപം ഉണ്ടാവാനുള്ള കാരണം. അപ്പൊ നാട്ടുപ്രമാണിമാര്, ലാൻഡ് ലോർഡ്സ് എന്ത് ചെയ്തു? അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപായം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ബ്രിട്ടീഷുകാർ സമ്മാനം നൽകുന്നതിനെ എതിർത്തു. അപ്പൊ സമ്മാനം നൽകാന് ഈ നാട്ടുപ്രമാണിമാർ മുഖേന സമ്മാനം നൽകിയാൽ മതി എന്ന അവരുടെ അഭിപ്രായത്തെ എതിർത്തുകൊണ്ട് ഗിഫോർഡിന്റെ നേതൃത്വത്തിലുള്ള 140ഓളം ബ്രിട്ടീഷുകാരടങ്ങുന്ന സംഘം ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനങ്ങൾ നൽകാനായി എത്തി. ഇതാണ് ആറ്റിങ്ങൽ റിവോൾട്ടിന്റെ കാരണം. What were the causes of Attingal revolt? This move led to a big conflict. The contingent was attacked and killed by the locals without any distinction of class, color, caste and religion. അതായത് ഈ സംഘത്തെ നാട്ടുകാര് വർഗ ജാതി മത വ്യത്യാസമില്ലാതെ ആക്രമിച്ചു വധിച്ചു. Moreover, the British fort at Anjuteng was surrounded and blockaded. അഞ്ചുതെങ്ങിലെ ബ്രിട്ടീഷ് കോട്ട വളഞ്ഞ് ഉപരോധം ഏർപ്പെടുത്തി. The Attingal revolt is significant as the first organized popular uprising against the British rule in Kerala. ആറ്റിങ്ങൽ റിവോൾട്ടിന്റെ പ്രത്യേകത എന്താണ്? കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യകാല സംഘടിത ജനകീയ പ്രക്ഷോഭം എന്ന നിലയിൽ ആറ്റിങ്ങൽ കലാപം പ്രാധാന്യം അർഹിക്കുന്നു. അപ്പൊ നമ്മള് ബാറ്റിൽ ഓഫ് കുളച്ചൽ എന്ന് പറഞ്ഞു, ആദ്യമായിട്ട് ഒരു നാട്ടുരാജ്യം യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ്, ഒരു ബാറ്റിലാണ്.
അതേപോലെ തന്നെയാണ് ആറ്റിങ്ങൽ റിവോൾട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താണ്? ആദ്യകാല സംഘടിത ജനകീയ പ്രക്ഷോഭം എന്ന നിലയിൽ കേരളത്തിലെ ആദ്യകാല സംഘടിത ജനകീയ പ്രക്ഷോഭം എന്ന നിലയിൽ ആറ്റിങ്ങൽ കലാപം പ്രാധാന്യം അർഹിക്കുന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് ദി ഓൺവാർഡ് മൂവ്മെന്റ് ഓഫ് വിമൻ, സ്ത്രീകളുടെ മുന്നേറ്റം. സ്ത്രീകൾ എങ്ങനെയാണ് ബ്രിട്ടീഷുകാരോട് റെസിസ്റ്റ് ചെയ്തത് എന്നാണ് നോക്കാനുള്ളത്. ബ്രിട്ടീഷ് പോളിസീസ് ഓൾസോ അഫക്റ്റഡ് ദ റൂളേഴ്സ് ഓഫ് ഇന്ത്യ. അപ്പം നമ്മൾ പറഞ്ഞു പെസൻസിനെ, കൃഷിക്കാരെ ബ്രിട്ടീഷ് പോളിസീസ് അഫക്റ്റ് ചെയ്തു. ആർട്ടിസൻസിനെ, ഹാൻഡിക്രാഫ്റ്റ് പീപ്പിളിനെ, കൈത്തൊഴിലുകാരെ ഒക്കെ ബ്രിട്ടീഷ് പോളിസീസ് അഫക്റ്റ് ചെയ്തു. ട്രൈബൽസിനെ ബ്രിട്ടീഷ് പോളിസീസ് അഫക്റ്റ് ചെയ്തു. പോളിഗാസ്, ഇവര് ലാൻഡില് ടാക്സ് ഒക്കെ പിരിക്കാൻ അധികാരം ഉണ്ടായിരുന്ന പോളിഗാസിനെ ബ്രിട്ടീഷ് പോളിസീസ് അഫക്റ്റ് ചെയ്തു. അപ്പൊ ഇതുപോലെ റൂളേഴ്സിനെ എങ്ങനെയാണ് ബ്രിട്ടീഷ് പോളിസീസ് അഫക്റ്റ് ചെയ്തത് എന്ന് നോക്കാം. കിറ്റൂർ റാണി ചെന്നമ്മ വാസ് എ ബ്രേവ് വുമൺ ഹു ടുക്ക് അപ്പ് ആംസ് ആൻഡ് ഫോർട്ട് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടിയ ധീര വനിതയായിരുന്നു കിറ്റൂർ റാണി ചെന്നമ്മ. കിറ്റൂർ വാസ് എ പ്രിൻസ്ലി സ്റ്റേറ്റ് ഇൻ കർണാടക that recognized the supremacy of the Maratha rule. കിറ്റൂര് മറാത്ത കീഴിലുണ്ടായിരുന്ന മറാത്ത ഭരണത്തിന്റെ മേൽക്കോയ്മ അംഗീകരിച്ച കർണാടകയിലെ നാട്ടുരാജ്യമായിരുന്നു കിറ്റൂർ. When the British won the Third Anglo-Maratha War, the Kittur area came under the control of the English East India Company. മൂന്നാമത്തെ ആംഗ്ലോ മറാത്ത വാറിൽ ആ മറാത്ത ഏരിയ ബ്രിട്ടീഷുകാരുടെ കീഴിലായപ്പോൾ ഈ കിറ്റൂർ ഏരിയയും എന്ത് ചെയ്തു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികാരത്തിന് കീഴിലായി. ദി റൂളർ ഓഫ് കിറ്റൂർ വാസ് ശിവലിംഗ രുദ്രദേശായി. ശിവലിംഗ രുദ്രദേശായി ആയിരുന്നു കിറ്റൂറിന്റെ ഭരണാധികാരി. ആഫ്റ്റർ ഹിസ് ഡെത്ത്, Chennamma, his widow, decided to adopt a boy. This was prevented by the English East India Company, which annexed Kittur to British India. കിറ്റൂറിന്റെ ഭരണാധികാരിയായിരുന്ന ശിവലിംഗ രുദ്രദേശായി മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ വിധവയായിരുന്ന ചെന്നമ്മ ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇത് തടയുകയും കിറ്റൂരിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. This was prevented by the English East India Company, which annexed Kittur to British India. Provoked by this, Rani Chennamma of Kittur declared war against the British. Rani Chennamma died in 1829 while in British custody. അപ്പൊ ഇങ്ങനെ ദത്തെടുക്കുന്നതിനെ ബ്രിട്ടീഷുകാർ തടഞ്ഞപ്പോൾ ഇതിൽ പ്രകോപിതയായ കിറ്റൂർ റാണി ചെന്നമ്മ ബ്രിട്ടീഷുകാരുമായി യുദ്ധം പ്രഖ്യാപിച്ചു. 1829 ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിയവെയാണ് റാണി ചെന്നമ്മ മരണപ്പെട്ടത്. ഇനി ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ബൈ അനലൈസിംഗ് ദി റിവോൾട്ട്സ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ഇന്ത്യ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളാണ്, ആന്റി ബ്രിട്ടീഷ് റിവോൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പെസന്റ് റെബല്യൻ, അതുപോലെ ട്രൈബൽ റിവോൾട്ട്, ആർമി പീപ്പിൾസ് റിവോൾട്ട് സൈനികരുടെ റിവോൾട്ട്, വിമൻസ് റിവോൾട്ട്, പോപ്പുലർ റെബല്യൻ, സന്യാസി ഫക്കീർ റെബല്യൻ, ഇൻഡിഗോ റെബല്യൻ, സാന്താൾ റിവോൾട്ട്, മുണ്ട റെബല്യൻ, പോളിഗാർ റെബല്യൻ, കിറ്റൂർ റിവോൾട്ട്, ആറ്റിങ്ങൽ റിവോൾട്ട്. ഇതൊക്കെയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ 1857 മുമ്പ് തന്നെ നടന്ന കലാപങ്ങൾ. ദി സ്റ്റോം ദാറ്റ് ഷുക്ക് ദ ബ്രിട്ടീഷ് എംപയർ. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പിടിച്ചു കുലുക്കിയ കൊടുങ്കാറ്റ്. എന്താണത്? When Kanwar and his group started moving towards the middle of the river, the English soldiers started firing from the land. Kanwar Singh's left arm was shot and was broken and hung. Kanwar Singh, the hero, did not hesitate to take the dagger that was shielded in his waist and cut off his useless arm. I offer this to Mother Ganga, he said, and threw the
സിവിയർഡ് ആം ഇൻ ടു ദി റിവർ. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പിടിച്ചു കുലുക്കിയ കൊടുങ്കാറ്റ് എന്തായിരുന്നു? കൻവർ സിംഗും സംഘവും നദിയുടെ മധ്യത്തിലേക്ക് നീങ്ങി തുടങ്ങിയപ്പോഴാണ് കരയിൽ നിന്നും ബ്രിട്ടീഷുകാര് വെടി ഉതിർത്ത് തുടങ്ങിയത്. അങ്ങനെ വെടി ഉതിർത്തപ്പോ എന്ത് സംഭവിച്ചു? കൻവർ സിംഗിന്റെ ഇടതു കൈക്ക്, ലെഫ്റ്റ് ആമിന് വെടിയേറ്റു. അതുമൂലം ദ ആം വാസ് ബ്രോക്കൺ ആൻഡ് ഹങ്. കൈ ഒടിഞ്ഞു തൂങ്ങി. കൻവർ സിംഗ് ദ ഹീറോ did not hesitate to take the dagger that was shielded in his waist and cut off his useless arm. അതായത് കൻവർ സിംഗ് ഒട്ടും മടിക്കാതെ എന്ത് ചെയ്തു? ആ സാഹസികന് അരയിൽ തിരുകിയ കഠാര എടുത്ത് നിഷ്പ്രയോജനമായ തൻ്റെ കൈ ഒടിഞ്ഞു തൂങ്ങിയതല്ലേ, അങ്ങനെ ഒരു പ്രയോജനം ഇല്ലാത്ത തൻ്റെ കൈ വെട്ടിക്കളഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? ഇത് ഗംഗാ മാതാവിന് ഞാൻ തർപ്പണം ചെയ്യാണ്, നൽകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ മുറിച്ചെടുത്ത അവയവ ഭാഗം നദിയുടെ കയത്തിലേക്ക് വീശിയെറിഞ്ഞു. ഇങ്ങനെയുള്ള ഹീറോസിനെ നമുക്ക് ഒരുപാട് ബ്രിട്ടീഷ് റെസിസ്റ്റൻസിന്റെ സമയത്ത് കാണാൻ പറ്റും. These are the words about the bravery of Kanwar Singh, who fought against the British in the revolt of 1857. 1857 വിപ്ലവത്തില് ഈ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കൻവർ സിംഗിന്റെ ധീരതയെ കുറിച്ചിട്ടുള്ള വാക്കുകളാണ് ഇപ്പൊ നമ്മൾ മേലെ പറഞ്ഞത്. വൈ ഡിഡ് കൻവർ സിംഗ് ഫൈറ്റ് അഗേൻസ്റ്റ് ദ ബ്രിട്ടീഷ്? എന്തുകൊണ്ടാണ് കൻവർ സിംഗ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്? യു മസ്റ്റ് ഹാവ് റിയലൈസ്ഡ് ദാറ്റ് there were isolated struggles in many parts of India against the English East India Company. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഇന്ത്യയുടെ പല ഭാഗത്തും ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റപ്പെട്ട, ഐസൊലേറ്റഡ് സ്ട്രഗിൾസ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നത് നമുക്കിപ്പോൾ മനസ്സിലായി. പല റിവോൾട്ടും നമ്മൾ പറഞ്ഞു, റെബല്യനും നമ്മൾ പറഞ്ഞു. ദ കമ്പനി ട്രൂപ്സ് സപ്രസ്ഡ് ഓൾ സച്ച് സ്ട്രഗിൾസ്. അത്തരം പോരാട്ടങ്ങളെല്ലാം കമ്പനി പട്ടാളം അടിച്ചമർത്തുകയാണ് ചെയ്തത്. The company troops suppressed all such struggles. What happened in 1857 was an organized rebellion in India against the British imperialism. ഇങ്ങനെ ചെറിയ കുറെ സാന്താൾ കലാപം, ബിർസ മുണ്ടയുടെ കലാപം, അതുപോലെ ആറ്റിങ്ങൽ കലാപം, ഇങ്ങനെയുള്ള കുറെ പെസൻസിന്റെ കലാപം, ഇങ്ങനെ കുറെ കലാപങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതിനൊക്കെ ബ്രിട്ടീഷുകാര് അടിച്ചമർത്തുകയാണ് ചെയ്തത്. അങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ, ഒരു ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായിട്ട് ഇന്ത്യയിൽ നടന്ന സംഘടിത കലാപമായിരുന്നു 1857 ഉണ്ടായിരുന്നത്. Therefore, historians considered this revolt as the first struggle for independence. India's first war of independence എന്നാണ് ചില ഹിസ്റ്റോറിയന്മാര് 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, അതായത് ഇന്ത്യയുടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി ഇന്ത്യയിൽ നടന്ന സംഘടിത കലാപമായ 1857 ചില ചരിത്രകാരന്മാര് ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് കൂടി വിശേഷിപ്പിക്കുന്നു. It was the first anti-British struggle in which various sections of the society, including natives, peasants, artisans, native kings, soldiers and landlords took part. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കലാപങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പെസൻസ് അല്ലെങ്കിൽ കർഷകര് കലാപം നടത്തി, ആർട്ടിസൻസ് കലാപം നടത്തി, ചിറ്റൂർ രാജ്ഞിയെ പോലെയുള്ള റൂളേഴ്സ് കലാപം നടത്തി, സോൾജിയേഴ്സിന്റെ കലാപം ഉണ്ടായിരുന്നു, ലാൻഡ് ലോർഡ്സിന്റെ കലാപം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. എന്നാൽ 1857 വിപ്ലവത്തില് ഇവരെല്ലാവരും പങ്കെടുത്തു. കർഷകരും കൈത്തൊഴിലുകാരും നാട്ടുരാജാക്കന്മാരും സൈനികരും ഭൂപ്രഭുക്കരും എല്ലാവരും ഈ കലാപത്തിൽ പങ്കെടുത്തു. വാട്ട് കുഡ് ബി ദ ഫാക്ടേഴ്സ് ദാറ്റ് ഫോഴ്സ് ദീസ് ഡിഫറെന്റ് ഗ്രൂപ്സ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ റെബല്യൻ? വിവിധ ജനവിഭാഗങ്ങളെ കലാപത്തിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരിക്കും? അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഇംപ്ലിമെന്റഡ് ബൈ ദ ബ്രിട്ടീഷ് ലെഡ് ടു ദ റിവോൾട്ട്.
Two such British policies included the subsidiary alliance policy and doctrine of lapse. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങൾ തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം. അത്തരത്തിലുള്ള രണ്ട് ഭരണ പരിഷ്കാരങ്ങളായിരുന്നു സൈനിക സഹായ വ്യവസ്ഥയും ദത്തവകാശ നിരോധന നിയമവും. ഈ രണ്ട് ഭാഗവും നല്ല പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. നമ്മൾ ഈ രണ്ട് ഭാഗങ്ങളും അതുപോലെ സബ്സിഡിയറി അലയൻസും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.